കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കോട്ടയത്ത് ദുരൂഹ സാഹചര്യത്തിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈരാറ്റുപേട്ട പനയ്ക്കപ്പാലത്താണ് ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാമപുരം സ്വദേശിയായ വിഷ്ണുവും ഭാര്യ രശ്മിയുമാണ് മരിച്ചത്. ഈരാറ്റുപേട്ട സ്വകാര്യ ആശുപത്രിയിലെ നഴ്സാണ് മരിച്ച രശ്മി. ഇന്ന് ജോലിക്ക് എത്താതിരുന്നതോടെ ആശുപത്രിയിൽ നിന്നും അന്വേഷിച്ചു. ഈ അന്വേഷണത്തിനൊടുവിലാണ് ഇരുവരെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കയ്യിൽ സിറിഞ്ച് ഉപയോഗിച്ച് മരുന്ന് കുത്തിവെച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പനയ്ക്കപ്പാലത്ത് ഇവർ വീട് വാടകയ്ക്കെടുത്തത്. രാമപുരം സ്വദേശിയായ വിഷ്ണു കോൺട്രാക്റ്റുകൾ എടുത്തു ചെയ്യുന്ന വ്യക്തിയാണ്. ഇയാൾക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും സൂചനയുണ്ട്. ബ്ലേഡ് മാഫിയ സംഘത്തിന് ഭീഷണി നേരിട്ടിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. വീട്ടിലെ മുറിക്കുള്ളിൽ കട്ടിലിൽ രണ്ടുപേരും കെട്ടിപ്പിടിച്ച നിലയിലായിരുന്നു. രണ്ടുപേരുടെയും കയ്യിൽ ഓരോ സിറിഞ്ചും കണ്ടെത്തിയിരുന്നു. മരുന്ന് കുത്തിവെച്ച് ജീവനൊടുക്കിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇന്ന് രാവിലെ സുഹൃത്തുക്കൾ ഇരുവരെയും ഫോണിൽ വിളിച്ചിട്ട് എടുക്കാതിരുന്നതിനെ തുടർന്ന് വീട്ടുടമയെ വിളിച്ചു വരുത്തി പരിശോധിച്ചപ്പോഴാണ് വീട്ടിലെ മുറിക്കുള്ളിൽ വിഷ്ണുവിന്റെയും രശ്മിയുടെയും മൃതദേഹം കണ്ടത്. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ഈരാറ്റുപേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു.